ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം കഴിഞ്ഞ ഏതാണ്ട് 2 മെസ്സേജുകളിലായി നെഹമ്യാവിനെക്കുറിച്ചും യെരുശലേം പട്ടണത്തിൻ്റെ മതിലിൻ്റെ പണിയെക്കുറിച്ചും അങ്ങനെ അനേക കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മതിലിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഉണ്ടായതായ ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തെക്കുറിച്ചാണ്. അതിനാധാരമായി നമുക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 27-ാമത്തെ വാക്യം. യെരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടി കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവം പ്രതിഷ്ഠ ആചരിക്കാൻ ലേവ്യരുടെ അവരുടെ സർവ്വവാസ സ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ച് വിളിച്ചു വരുത്തി. മതിലിൻ്റെ പ്രതിഷ്ഠ 52 ദിവസം കൊണ്ടാണ് മതിൽ പണി നടന്നത്. വളരെ ശ്രമകരമായ ഒരു പണിയായിരുന്നു അത്, മതിൽ പണിയുക. നാം അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. എന്താണ് മതിൽ? മതിൽ ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാണ്. നിത്യനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന ദൈവിക പ്രൊട്ടക്ഷനാണ് മതിൽ. ദുഷ്ടനായ പിശാച് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സ്വഭാവത്തിലേക്കും നമ്മുടെ ആളത്വത്തിലേക്കും ഇരച്ചു കയറാതിരിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു സ്വർഗീയ പ്രൊട്ടക്ഷനാണ് മതിൽ. യേശുവിൻ്റെ രക്തമാണ് മതിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠകരമായ വസ്തു. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ. വേദപുസ്തകത്തിലുണ്ട് തീമതിൽ സംരക്ഷണമെന്ന്. സ്വർഗത്തിൻ്റെ തീയുടെ സംരക്ഷണം, സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണമുണ്ട്, സ്വർഗസേനകളുടെ സംരക്ഷണമുണ്ട്. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നുവെന്ന് ദൈവവചനത്തിലുണ്ട്. അതും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഇതെല്ലാം നമുക്ക് മതിലാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മതിലുണ്ടോ? ദൈവം തന്ന തിരുരക്തത്തിൻ്റെ മതിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ മതിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടാണോ നടക്കുന്നത്? ഒരു തീമതിൽ സംരക്ഷണത്തിനുള്ളിലാണോ നടക്കുന്നത്? ദൈവദൂതന്മാരുടെ സംരക്ഷണമാകുന്ന മതിൽ നമുക്കുണ്ടോ? പ്രാർത്ഥനയുടെ മതിൽ എന്ന മറ്റൊരു മതിലുണ്ട്. പ്രാർത്ഥന. നമുക്ക് വേണ്ടി നാം തന്നെ പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു. എല്ലാം അതൊരു മതിലാണ്, ഒരു കോട്ടയാണ്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ താളുകൾ നാം പരിശോധിച്ചാൽ എത്രയെത്ര സംരക്ഷണ ഭിത്തികളും മതിലുകളും കോട്ടകളുമാണ് ഒരു ദൈവത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, മോനെ, പ്രിയ മകളെ, നിനക്ക് ദൈവം തന്ന സംരക്ഷണത്തിൻ്റെ ഭിത്തി ഇന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയാണ് ദൈവിക സംരക്ഷണം പൊളിഞ്ഞു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ, ദൈവം വെറുക്കുന്ന ദുഷ്ടപിശാചിന് നാം ഇടം കൊടുക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച്, ദൈവിക വഴിയിലൂടെ ദൈവിക നിർദ്ദേശപ്രകാരം നടക്കേണ്ടവരായ നാം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികളിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം പാപത്തിൻ്റെ കെണിയിൽപ്പെടുന്നു. തന്മൂലം ദൈവം നമുക്ക് തരുന്നതായ ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നു, മതിൽ പൊളിഞ്ഞു പോകുന്നു. എന്നാൽ ഭാഗ്യവശാൽ നെഹമ്യാവിനും കൂടെയുള്ളവർക്കും പൊളിഞ്ഞുപോയ മതിലിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. മതിൽ പൊളിഞ്ഞു കിടന്നാൽ ദുഷ്ടനായ പിശാച് ഇരച്ചു കയറുമെന്നും അത് യെരുശലേം നഗരത്തെയും നഗരത്തിലുള്ളതായ സ്വത്തുക്കളും വിശിഷ്ടമായ സാധന സാമഗ്രികളെല്ലാം നശിപ്പിക്കുമെന്നറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ പ്രൊട്ടക്ഷൻ, ഈ സംരക്ഷണം നമ്മിൽ നിന്ന് പോയാൽ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി നമ്മിൽ നിന്നും വിലപ്പെട്ടത് മോഷ്ടിക്കും. എന്താണ് വിലപ്പെട്ടത്? നല്ല സ്വഭാവങ്ങൾ, എളിമ, ക്രിസ്തുവിനോടുള്ള വിശ്വാസം, ഭക്തി, പ്രാർത്ഥനാ ജീവിതം, ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. 9 ഫലം. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ പോലും മോഷ്ടിച്ചുകൊണ്ട് പോകും.
പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിശാചിനിടം കൊടുത്താൽ, ഈ മതിൽ പൊളിഞ്ഞു പോയാൽ വലിയ നഷ്ടം നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് നാം എപ്പോഴും ദൈവിക സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലും ദൈവിക മതിലിൻ്റെ ഉള്ളിൽ, സംരക്ഷണ ഭിത്തിക്ക് ഉള്ളിലായിരിക്കണം ജീവിക്കേണ്ടത്. കൃപാവലയമെന്നെല്ലാം പറയും. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഭാഗ്യവശാൽ നെഹമ്യാവും കൂടെയുള്ളവരും 52 ദിവസം കൊണ്ട് ഉത്സാഹത്തോടെ, പ്രാർത്ഥനയോടെ, ധൈര്യത്തോടെ, അവർ ത്യാഗമനോഭാവത്തോടെ ഈ മതിൽ പണിതു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദാഹം വേണം. എവിടെയെങ്കിലും പൊളിഞ്ഞു പോയോ? യൗവനക്കാര, നിൻ്റെ ജീവിതത്തിൽ ചില കൂട്ടുകെട്ട് മൂലം, നിൻ്റെ ജീവിതത്തിൽ ചില മുറിവ് പറ്റുന്ന പാപം മൂലം, നിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിനോടുള്ളതായ ചില എതിർപ്പ് മൂലം, ദൈവത്തോടും ദൈവജനത്തോടും ദൈവവേലയോടുമുള്ളതായ നിൻ്റെ ചില റിബല്യസ് ചിന്താഗതി മൂലം നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായിരുന്ന മതിൽ പൊളിഞ്ഞുപോയി എങ്കിൽ, മകനെ, എത്രയും പെട്ടെന്ന് മതിൽ പണിതുകൊള്ളുക. എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ കൃപയിലേക്ക് വരിക. എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് വരിക. എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാകുക. കർത്താവിൻ്റെ സ്തോത്രം. വേദോസ്തം പറയുന്നു, അടയാളമുള്ള ഒരുത്തനെയും തുടരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണത്. എല്ലാവർക്കും നാശം വരുമ്പോൾ, എല്ലാവർക്കും ദൈവകോപത്തിൻ്റെ ആ ഒരു പ്രതിധ്വനി മുഴങ്ങുമ്പോൾ, സംഹാരദൂതൻ തൊടാൻ വരുമ്പോൾ, അടയാളമുള്ള ഒരുത്തനെയും തൊടാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവിക സംരക്ഷണത്തിന് ഉള്ളിലായാൽ ദുഷ്ടനായ പിശാച് നമ്മെ തൊടാൻ കഴിയില്ല. ദൈവിക ശിക്ഷാവിധിക്ക് നമ്മെ തൊടാൻ കഴിയില്ലെന്നുള്ള ആ വലിയ ആഴമേറിയ സത്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും കൃപയിലായിരിക്കുക, ദൈവിക സംരക്ഷണത്തിലായിരിക്കുക. ഏതെങ്കിലും കാര്യത്തിലൊരു തെറ്റ് വന്നോ? അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കാരണം പാപം വന്നാൽ ദൈവിക സംരക്ഷണം പോകും, ദൈവിക ഭിത്തി പൊളിഞ്ഞു പോകും, മതിൽ പൊളിഞ്ഞു പോകും. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, ഒരു പാപം വന്നുപോയി, അറിയാതെ ഒരു തിന്മ വന്നുപോയി, വെച്ചുകൊണ്ടിരിക്കരുത്. പാപം ചെയ്തു എങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആ പിതാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന കാര്യസ്ഥനായ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലണം. ആ യേശു നമ്മൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമുക്ക് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനുള്ള പ്രായശ്ചിത്തമാണ് ക്രിസ്തു. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വന്നാൽ നിരാശപ്പെടുകയല്ല, ഭാരപ്പെടുകയില്ല, തളരുകയല്ല വേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തേലുക, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് എവിടെയെങ്കിലും മതിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റീബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് നാം ധൈര്യത്തോടെ ഈ സംരക്ഷണത്തിൻ്റെ മറവിൽ മുന്നോട്ട് പോവുക. ഇതല്ലേ ക്രിസ്തീയ ജീവിതം? ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ എല്ലാം തികഞ്ഞിട്ടല്ല പ്രിയരെ. ഏതെങ്കിലും കാര്യത്തിലൊരു വീഴ്ച വന്നാൽ ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ സംരക്ഷണം കിട്ടും. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഇവിടെ നെഹമ്യാവിൻ്റെ ആ കാലഘട്ടത്തിൽ മതിൽ പണി തീർന്നു. മാത്രമല്ല, മതിൽ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഈ ദൈവിക പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവിക പ്രൊട്ടക്ഷനിൽ നാം മറിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് അവർ മഹായാഗങ്ങൾ അർപ്പിച്ചു, സന്തോഷിച്ചു. മതിൽ ദൈവത്തിന് പ്രതിഷ്ഠിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത്? ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? അവരന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. സന്തോഷം എന്ന വാക്ക് എത്ര പ്രാവശ്യമാണ് ആ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു, ദൈവം അവർക്ക് മഹാസന്തോഷം നൽകി, സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം എത്തും. അതെ, വാസ്തവമായി ഒരു ദൈവ പൈതലിന് ദൈവിക പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോഴാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം ലഭിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ ആരാധന ഉയരുന്നത്.
അവൻ്റെ ഉള്ളിൽ യാഗമർപ്പിക്കാനുള്ള, ദൈവകരങ്ങളിലേക്ക് തന്നെ അർപ്പിക്കാനുള്ളതായ മനോഭാവം വരുന്നത്. അപ്പോഴാണ് ദൈവം മഹാസന്തോഷം പകരുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു എന്നുണ്ട്. കുടുംബമായി സന്തോഷം ലഭിക്കുന്നു. അതുകൊണ്ട് അവർ ഒന്നിച്ചാഘോഷിച്ചപ്പോൾ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അതെ, ഹല്ലേലൂയ. നമ്മുടെ സ്തുതി, നമ്മുടെ ആരാധന, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വിശുദ്ധിയുടെ ആരാധന അത് അനേകരെ സ്വാധീനിക്കാനിടയാകും. ഹല്ലേലൂയ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? മതിലുള്ളവരാകുക, ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളവരാകുക. പൊളിഞ്ഞുപോയോ മകനെ? നിൻ്റെ മദ്യപാനം മൂലം, നിൻ്റെ അഹങ്കാരം മൂലം, നിൻ്റെ അഴുക്ക് ജീവിതം മൂലം, നിൻ്റെ മോഷണ സ്വഭാവം മൂലം, വ്യാജം പറയുന്ന സ്വഭാവം മൂലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് മൂലം, ദൈവവേലയോട് എതിർത്തുന്നത് മൂലം അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുത്തുക. അങ്ങനെ പുതിയ അനുഭവത്തിലേക്കും പുതിയ ജീവിതത്തിലേക്കും നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് മതിലുള്ളവരായി, മതിൽ പണിയുന്നവരായി നമുക്ക് ജീവിക്കാമെന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ആത്മീയമായ ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക സംരക്ഷണമുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും നിൽപ്പീൻ. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.